അപ്പൊ ഗൈസ് നമ്മളെ വ്ളോഗില് പുതിയൊരു അതിഥി വന്നേക്കാണ്. എന്താണ് പറയാനുള്ളത്? തിന്നല്ല മൈക്കാണ്. എന്താ പറയാനുള്ളത്? അത് തിന്നല്ലട്ടാ, തിന്നാനുള്ള സാധനമല്ല. അപ്പൊ ഈ അതിഥി എന്താണ് നമ്മളെ യൂട്യൂബിൽ ചേർക്കാത്ത ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാട്ടോ. അന്നെ ചേർത്തിരിക്കുന്നത് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോട്. എന്റെ വിഷമം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫുഡൊന്നും ലഭിക്കാറില്ല. അവിടെ ഇന്നലെ തന്നെ കൊറേ ചിക്കൻ കഷ്ണം കൊടുത്തില്ലായിരുന്നു. നമ്മളാണ് കൊടുത്തത്. എന്നിട്ട് ഇവിടെ ഫുള്ള് എല്ലും കഷ്ണമാണ് ഇഷ്ടം കൊടുത്തത്. എന്താടാ പൂച്ചക്ക് ഇറച്ചിങ്ങനെ ഒരു ചിക്കൻ 65 വാങ്ങിച്ചു കൊടുക്കാൻ. എന്നിട്ട് വേണം ഇന്നെ കടിക്കാൻ. എന്നോട് ഇരിക്കാൻ പറയും. ഒരു മാന്തി എന്റെ സുഖം എപ്പോഴും മാറിയിട്ടില്ല. ഒരു പൂച്ച നാള് എനിക്ക് കറക്റ്റ് ഡേറ്റ് കാര്യങ്ങൾ ഓർമ്മയില്ല. ഞാൻ 10-9 പഠിക്കുമ്പോഴാണ് ഒരു മാന്തി ഇട്ടിട്ട് 10 ഇഞ്ചക്ഷൻ എന്റെ കയ്യും അടിച്ച് കിട്ടിയത് കേട്ടോ. അതിന്റെ സൂക്കട് ഇപ്പോഴും മാറിയിട്ടില്ല. എന്നിട്ട് അടുത്ത പൂച്ചേനെ ഇട്ടുള്ള കഴപ്പ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറയടോ. നോക്കടോ. തിന്നാളെ കാണുന്നില്ല. എന്താ പറയാനുള്ളത്? ഞാൻ പൈമക്കായി പറഞ്ഞോളൂ. വരുന്നത് തിന്നാൻ ബൈക്കൊക്കെ തിന്നാൻ വരുന്നത്. മോനെ കഴപ്പിന്റെ കഴപ്പ് ഇപ്പോഴും തീർന്നില്ല കേട്ടോ. അപ്പൊ ഗൈസ് പൂച്ചേനായിട്ടുള്ള കളിയായിരുന്നു. ഞാൻ പോട്ടെ എന്നാല്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് കുറച്ച് വിഷുവിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയ കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. കോപ്പിറൈറ്റ് ആണ് ഫുള്ള്. കാരണം അവിടെ അമ്പലത്തിൽ പാട്ട് വെച്ചോണ്ട് കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് കുറച്ച് വിഷുവിന്റെ ഒക്കെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ അതൊന്നും അവള് സാധാരണ ഒരു കഴപ്പ് ഇവന്റെ കഴപ്പ് ഇപ്പം തീർന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് കടയിൽ പോയിട്ട് വിഷുവൊക്കെ തരുന്നത്. അപ്പൊ ഞാൻ എല്ലാവരോടും ഇപ്പൊ തന്നെ അഡ്വാൻസ് ഹാപ്പി വിഷു അല്ലേ, ഹാപ്പി വിഷു പറയുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളും ഒരു ചെറിയ വ്ളോഗ് ഇടുക വിചാരിച്ച്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വരുന്നതാണ്. മസ്റ്റായിട്ട് ചാനൽ സബ് ചെയ്യാം. നമ്മൾ വിഷുവിന്റെ ഒക്കെ വ്ളോഗ് എടുക്കാൻ, താജ്മഹലിന്റെ വ്ളോഗ് എടുക്കാൻ, അങ്ങനത്തെ പലതരം വ്ളോഗുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ ഗൈസ്. നമ്മൾ ഫുൾ പവറിലാട്ടോ. അതേ പൂച്ചേനെ കടിപ്പിച്ചോണ്ടിരിക്കുന്നത്. എപ്പോൾ ഒരു കടി കിട്ടണം വരെ അല്ലെങ്കിൽ ഒരു മാന്ത വരെ കാട്ടുണ്ടാവുള്ളൂ. പിന്നെ ഫുള്ള് സൂചി അടിച്ച് കയറ്റേണ്ടി വരും.